നമുക്കിന്ന് വാഴക്കൂമ്പ് തോരൻ വെച്ചാലോ. അതും പയറിട്ട്. അതിനായിട്ട് വാഴക്കൂമ്പ് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് കഴുകി വെക്കുക. പയർ വേവിച്ച് മാറ്റി വെക്കുക. ഒരു മീഡിയം സൈസ് സവാളയും 2 പച്ചമുളകും അരിഞ്ഞെടുക്കുക. പാൻ അടുപ്പത്തോട്ട് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച കൂമ്പിട്ട് അതിനകത്തിട്ട് ഒന്ന് ചിക്കി കൊടുത്ത് നല്ല തട്ടിപ്പൊത്തി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. തേങ്ങ 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെച്ച വാഴക്കൂമ്പിലോട്ട് പയറിട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് അടിച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ചിക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് ചിക്കി ആവിയിലൊന്ന് പൊട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അടിപൊളി പയറിട്ട വാഴക്കൂമ്പ് തോരൻ റെഡി.